തൃശൂരിൽ നാളെ മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ന് പുലർച്ചെയാണ് സുരേഷ് ഗോപി തേക്കിൻകാട് മൈതാനത്തെ മുഖ്യവേദിയിലെത്തി കലോത്സവത്തിന്റെ ഒരുക്കം വിലയിരുത്തിയത്. മുഖ്യവേദി സന്ദർശിച്ചതിനു ശേഷം ഊട്ടുപുരയും സുരേഷ് ഗോപി സന്ദർശിച്ചു. 2026 തൃശൂർ പൂരത്തിന്റെ കർട്ടൻ റേസായിരിക്കും കലോത്സവമെന്നും പൂരം കാണുന്നത് പോലെ ലോകം മുഴുവൻ കലോത്സവം ഏറ്റെടുക്കുമെന്നും വേദി സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു. ക്ലാസിക് കലകളും മിമിക്രികളും അടക്കം കാണാനായി കാത്തിരിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്ന് താമര ഒഴിവാക്കിയ സംഭവത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നതാണ് പ്രശ്നമെന്നും രാഷ്ട്രം എന്ന് വിചാരിച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താമരയിൽ എങ്ങനെയാണ് രാഷ്ട്രീയം കാണാൻ കഴിയുന്നത്? പൂജാപുഷ്പമാണ് താമര. കുളത്തിൽ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അത് നോക്കി നിൽക്കുകയല്ലാതെ ആരെങ്കിലും പെട്രോൾ ഒഴിച്ചു കത്തിക്കുമോ? വേദികളുടെ പേരിൽ നിന്ന് താമരയെ ഒഴിവാക്കുവാനുള്ള തീരുമാനമെടുക്കുന്നതിന് സംഘാടകരെ ആരെങ്കിലും വഴിതെറ്റിച്ചതാകാനാണ് സാധ്യത. കലയുടെ ലോകത്ത് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മറുപടി സുരേഷ് ഗോപി ആവർത്തിച്ചു. നാളെ മുതൽ 18 വരെയാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുക. 25 വേദികളിലായാണ് മത്സരം. വിവിധ പൂക്കളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. വേദികളുടെ പേരുകളിൽ താമര ഒഴിവാക്കിയത് നേരത്തെ വിവാദമായിരുന്നു. യുവമോർച്ചയടക്കം താമരയുമായി പ്രതിഷേധിച്ചിരുന്നു. മറ്റെല്ലാ പൂക്കളുടെയും പേര് നൽകിയപ്പോൾ താമര ഒഴിവാക്കിയത് രാഷ്ട്രീയമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ വേദി 15-ന് താമര എന്ന പേരിടുകയായിരുന്നു. വേദി 1-ന് ആദ്യം നൽകിയ ഡാലിയ എന്ന പേര് മാറ്റി താമര എന്ന് നൽകിയതായും വിവാദങ്ങൾ ഒഴിവാക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. വേദിക്ക് താമര എന്ന പേര് നൽകുവാനുള്ള തീരുമാനത്തെ BJP സ്വാഗതം ചെയ്തിരുന്നു. അതേസമയം കലോത്സവത്തിനായി തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കലോത്സവത്തിന്റെ ഒരുക്കം വിലയിരുത്തുവാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം ചാമ്പ്യന്മാർക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ പ്രവേശിപ്പിച്ചത്. 13 ജില്ലകളിലെയും പര്യടനം പൂർത്തിയാക്കിയാണ് തൃശൂരിൽ എത്തിയത്. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കപ്പിന് ആവേശോജ്വലമായ സ്വീകരണം നൽകി. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കപ്പിനെ വരവേറ്റത്. ചാലക്കുടിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും കപ്പിനെ അനുഗമിച്ചു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പ്രധാന വേദിയിൽ സ്വർണ്ണക്കപ്പ് എത്തിച്ചേരും. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും.